ഇന്ന് ഫുഡ് പ്രോസസ്സിങ്ങിലെ കേരളത്തിലത്തെ ഏറ്റവും ഓൾഡസ്റ്റ് കമ്പനിയാണ് ഡബിളോസ്. 65 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഈ വർഷം നമ്മൾ 65th ഇയർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ചേഞ്ചസും നമ്മൾ കണ്ടുകൊണ്ടുള്ളതാണ്. നമ്മൾ ആദ്യം അരിയിൽ നിന്ന് തുടങ്ങി, അരിപ്പൊടി തുടങ്ങി, അവിടെ നിന്നോട്ട് ഇൻസ്റ്റൻറ്റ് പ്രൊഡക്ട്സിലോട്ട് വന്ന് നിൽക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഇപ്പോൾ 4ാമത്തെ തലമുറ വന്നു കഴിഞ്ഞു. അവരിപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ചാലഞ്ചസും എല്ലാ നല്ല കാര്യങ്ങളും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റേയിങ് റിലവൻറ്റ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. കാലഘട്ടം അനുസരിച്ചിട്ട് ആ ഫുഡ് പ്രോഡക്ട്സിൻ്റെ രീതിയും കോൺസെപ്റ്റും മാറ്റിയാലാണ് നമുക്ക് റിലവൻ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 തരത്തിലാണ് ഒരു മലയാളിയുടെ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നത്. ഒന്ന് വന്നിട്ട് ബോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ആയതുകൊണ്ട് ദേ ലുക്കിംഗ് ഫോർ കൺവീനിയൻറ്റ് ഫുഡ്. അപ്പോൾ കൺവീനിയൻറ്റ് ഫുഡ് നമ്മൾ ട്രഡീഷണൽ ഫുഡ് പൊതുവെ കമ്പസമാണ്. അതെങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്. ഇടിയപ്പം ചൂടുവെള്ളത്തിലിട്ടാൽ 2 മിനിറ്റ് കൊണ്ട് ഇടിയപ്പം റെഡിയാവും. സോ അങ്ങനെ ഹൗ വി ക്യാൻ മേക്ക് കേരള കുസിൻ കൺവീനിയൻറ്റ്. പിന്നെയുള്ളത് ഹൗ ടു മേക്ക് ഇറ്റ് ഹെൽത്തി. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മട്ട റൈസാണ് ഏറ്റവും നല്ലത്. എന്താ കാരണം വെച്ചാൽ അതിൽ തവിടുണ്ട്. പക്ഷേ നമ്മൾ ഈ മോഡേൺ മില്ലിങ് വന്നതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ അരി പഴയ രീതിയിൽ കഴുകുമ്പോൾ ആ തവിട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രാൻഡ് റിറ്റെയിനിങ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് ആ വഴി കൂടുതൽ തവിട്, ന്യൂട്രീഷ്യസായി തവിട് അരിയിൽ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ തവിട് നമ്മുടെ ഉള്ളിൽ പോകും. ഒരു കൺസ്യൂമർ പ്രതീക്ഷിക്കുന്നത് കൺസിസ്റ്റൻസി ഇൻ ദ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഹൗ വി ക്യാൻ ഓട്ടോമേറ്റ് അവർ ഫാക്ടറീസ്, ഹൗ വി ക്യാൻ യൂസ് മോഡേൺ ടെക്നോളജി ഇൻ ടു അവർ ഫാക്ടറീസ്. ഇപ്പോൾ വി യൂസ് AI ഇൻ അവർ ഫാക്ടറീസ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമർക്ക് ഇതെല്ലാം ഒരേപോലെ ഓരോ പ്രാവശ്യം കിട്ടാവുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. റൈസ് മില്ലിൽ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ് അതിൽ ചെയ്യുന്നത്. നമ്മൾ പണ്ട് വീടുകളിൽ ചെയ്ത പോലെ തന്നെ നെല്ല് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് സ്റ്റീം കൊടുത്ത് ഡ്രൈ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ട്. അവിടുത്തെ ഒരു സീനിയർ ആളാണ് നെല്ല് എത്ര മണിക്കൂർ സോക്ക് ചെയ്യണമെന്നും എത്ര സ്റ്റീം കൊടുക്കണമെന്നും എത്ര നേരം ഡ്രൈ ചെയ്യണമെന്നൊക്കെ തീരുമാനം അങ്ങനെയാണ്. ഇന്ന് സെൻസേഴ്സ് എല്ലാം വെച്ച് ഇതെല്ലാം ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം എഴുതി ഓട്ടോമേറ്റ് ചെയ്ത് ഇന്നൊരു റെസിപ്പി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത്രയും മണിക്കൂർ ഇത്രയും ടെമ്പറേച്ചർ വെള്ളത്തിൽ അത് സോക്കാവും, ഇത്രയും പ്രഷറിൽ ഇത്രയും നേരം സ്റ്റീം കൊടുക്കും, ഇത്രയും ടെമ്പറേച്ചറിൽ ഇത്രയും നേരം ഡ്രൈ ചെയ്യും. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. ദിസ് ഈസ് എ ചേഞ്ച് ഒരു ഫാക്ടറിയിൽ വന്നേക്കുന്നത്. ഇന്ന് നമുക്ക് ഡയറക്റ്റ് ഓൺ ഇൻഡസ്ട്രീസും അതുപോലെ കോൺട്രാക്ട് ഫാക്ടറീസായിട്ട് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്. ഒന്നുള്ളത് എഗെയിൻ കപ്പാസിറ്റി എക്സ്പാൻഷനാണ്. എക്സിസ്റ്റിംഗ് പ്രോഡക്ട്സ് കൂടുതൽ രാജ്യങ്ങളെത്താനും ബെറ്റർ പ്രോഡക്ട്സ് ആവാനും നമ്മൾ എക്സിസ്റ്റിംഗ് എല്ലാം ഫാക്ടറീസ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏകദേശം 35 രാജ്യങ്ങളിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഗ്രോ ചെയ്യുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് യൂറോപ്പ്, US, ഓസ്ട്രേലിയ, കാനഡ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റൻറ്റ് ഇടിയപ്പമാണ്. അപ്പോൾ അത് ഈ ചൂടുവെള്ളത്തിൽ 2 മിനിറ്റ് റെഡിയാവും. അതുപോലെ നമ്മുടെ പായസങ്ങൾ ഞങ്ങൾ തന്നെ പാലിൽ പായസം ഉണ്ടാക്കി ഡീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മൾ ഇറക്കുന്നുണ്ട്. സദ്യ പായസം എന്ന് പറഞ്ഞിട്ട് അതിൽ ഇതുപോലെ തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈസി ഇടിയപ്പം നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിലാണ് ഇടിയപ്പത്തിൽ നമ്മൾ കുഴയ്ക്കുന്നത്. ഇത് സാധാരണ വെള്ളത്തിൽ കൈ പൊള്ളാതെ നമുക്ക് ഡൗ ഉണ്ടാക്കാൻ പറ്റും. കുറേ പ്രോഡക്റ്റ്സ് പൈപ്പ് ലൈനുണ്ട്. അതിപ്പോൾ അതിൻ്റെ ഷെൽഫ് സ്റ്റഡിയും അങ്ങനത്തെ കുറേ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോപ്പ്ഫുള്ളി ഈ വർഷം എന്തൊക്കെ ആകുമ്പോഴേക്കും 1-2 പ്രോഡക്റ്റ്സ് വരുന്നതായിരിക്കും.